അമ്മേ കഴിക്കാൻ എന്തുവാ? ചപ്പാത്തിയും കിഴങ്ങറി. എനിക്കൊന്നും വേണ്ട ഈ ചപ്പാത്തിയും കിഴങ്ങറി. എന്നാ ഉച്ചക്കലത്തെ ചോറും മീൻകറി ഇരിപ്പുണ്ട്, അതെടുത്ത് കഴിക്ക്. എനിക്ക് വേണ്ട, ഞാൻ ഓർഡർ ചെയ്യട്ടെ. നീ എന്തേലും ചെയ്യും. 2 പൊറോട്ടയും 2 കുബൂസും ഒരു അൽഫാം. ശരി. അയ്യേ, ഇന്നും കഞ്ഞിയാണോ? എന്താടി കഞ്ഞി കുടിച്ചാൽ ചത്തു? എനിക്കൊന്നും ഇഷ്ടല്ല ഇത്. നിനക്ക് കഞ്ഞി വേണ്ടെങ്കിൽ കുഴക്കട്ട ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ചോറും കറി ഇരിപ്പുണ്ട്. അമ്മ എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? രാത്രിയില്ല ഒരു കുഴക്കട്ടയും ചോറും. എനിക്കൊരു 300 രൂപ ഇട്ടാ ഞാൻ ഓർഡർ ചെയ്തോളാം. പിന്നെ പറയുമ്പോ എടുത്താൽ ഇവിടെ അടിച്ചു വെച്ചേക്കില്ലേ? വേണേ ഉള്ള എടുത്ത് കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങി. എനിക്ക് വേണ്ട, നിങ്ങളെ കഴിച്ചോ. പോയി പട്ടിണി കിടക്കും, എന്നാലും വിശപ്പിന്റെ വില അറിയുന്നു. നീ ഒരുത്തി അവളെ ഇങ്ങനെ വഷളാക്കി. അവള് പട്ടിണി കിടന്ന പിന്നെ എങ്ങനെ മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങും ഞാൻ? അതുകൊണ്ട് എന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്തി കൊടുക്കും. എടി വീട്ടിൽ എന്തോ കഴിക്കാനുള്ളതെന്ന് വെച്ചാൽ അത് കഴിച്ച് ശീലിക്കണം പിള്ളേര്. ചോദിക്കുന്ന എന്ത് വാങ്ങിച്ചു കൊടുക്കാൻ ആളുള്ളത് കൊണ്ടാണ് ഈ അഹങ്കാരം. അത് മാറണമെങ്കിൽ നീ കൂടെ വിചാരിക്കണം. എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് ഒക്കുന്നതിലൊക്കെ ഞാൻ ചെയ്യുന്നില്ലേ? നീ ചെയ്യുന്നില്ലെന്നല്ല, പക്ഷെ ആവശ്യമില്ലാതെയുള്ള ഈ താളത്തിനൊത്തുള്ള തുള്ളലൊന്നും നിർത്താവും. ഞാൻ എന്ത് ചെയ്യാനാണ്? ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം ഒന്നും അവർക്ക് ഇഷ്ടമല്ല. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒരു ദിവസമെങ്കിലും ഞാൻ പറയുന്നത് എനക്കൊന്ന് കേൾക്കാം. എന്നാലും ഞാൻ ശരിയാക്കി തരാം. നീ എഴുന്നേറ്റായിരുന്നോ? 10 മണി ആയതല്ലേ ഉള്ളൂ. അമ്മ എന്റെ ഫോൺ കണ്ടോ? അച്ഛൻ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. നിന്റെ ഫോൺ അറിയാതെ എടുത്തോണ്ട് പോയിന്ന്. അപ്പൊ അച്ഛന്റെ ഫോണോ? അത് ബാഗിൽ ഇരിപ്പുണ്ടായിരുന്നെന്ന്. അമ്മ എന്റെ സ്കൂട്ടർ ഇവിടെ വെച്ചിട്ട് പോവോ? അത് അച്ഛൻ എടുത്തോണ്ട് പോയി മാളൂ. എന്തിനാ? ഇന്നലെ അച്ഛന്റെ വണ്ടി പഞ്ചറായിരുന്നു, ഞാൻ ബസ്സിനാ പോകുന്നത്. അപ്പൊ ശരി. ഒരു വക കഴിച്ചില്ല, ഞാൻ അന്നേരേ പറഞ്ഞതാ. ഒരു ഉണക്കമീന്റെ മുള്ളു പോലും ബാക്കി വെച്ചില്ലല്ലോ മാളുവേ. എന്നാലും ഞാൻ ശരിയാക്കി തരാം.